ഹായ്, ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നിഷാദ് ഖാനെയാണ്. നിഷാദ് ഖാൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ മിമിക്രി കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പുതിയ സ്റ്റാർസിനെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നിഷാദ് ഖാൻ്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഹായ്, ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയിലെ കാരണവർ പത്മശ്രീ മധുസാറിൻ്റെ ശബ്ദത്തിലൂടെയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹം ഗോഡ് ഫാദർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ എൻ പിള്ള സാർ അവതരിപ്പിച്ച അഞ്ഞൂറാൻ എന്ന കഥാപാത്രം നമ്മുടെ മധുസാർ ചെയ്താൽ എങ്ങനെയുണ്ടാവും നോക്കാം, ശ്രദ്ധിക്കുക. മറക്കണോജിയിൽ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞു മരിച്ച് ഞാൻ മറക്കണോടോ? എന്തുകൊണ്ട് എൻ്റെ ബാലരാമൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് എൻ്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? എൻ്റെ വീരഭദ്രനും എൻ്റെ രാമഭദ്രനും ശേഷം എന്തുകൊണ്ട് ഈ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞിക്കാലം കൂടി കളിച്ചില്ല? പറയുന്നു ആ തള്ളയും മക്കളെയും ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഈ അഞ്ഞൂറാൻ്റെ ശവം ഇവിടെ നിന്നെടുക്കും. കയറി ഓടാ മക്കളെ. അടുത്തത് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ദ്രൻസ്. മൊയിലാളി പൂക്കോയ മൊയിലാളി, അടി പൊരിഞ്ഞ അടി. അല്ലോ, നമ്മൾ പറഞ്ഞത് കുറ്റിക്കാടൻ സാറിൻ്റെ അടിയല്ല, തോമാച്ചായൻ്റെ മുണ്ട് പറിച്ചുള്ള അടി. പോരാത്തതിന് ജീപ്പി കയറ്റിയിട്ട് ഊന്നുവടി കൊണ്ടൊരു കൊളുത്തിപ്പിടിയും. ആഹാ, തോമാച്ചായൻ ആനയോടെ ഏറ്റുമുട്ടും, ഡബിൾ ചങ്ക. ഈ അടി കാണണമെങ്കിൽ ഒരാടിൻ്റെ അല്ല, രണ്ടാടിൻ്റെ ചങ്കിലെ ചോര കുടിക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആക്ഷൻ ഹീറോ ബാബു ആൻ്റണി. പണം, അതിനുവേണ്ടി നാം ഒരു കുതിരയെപ്പോലെ പായണം. കുറ്റം ഞങ്ങൾ ഏറ്റുപറഞ്ഞില്ലേ സാറേ, ഇനി ഞങ്ങളുടെ നേരെ കൈ ഉയർത്തിയാൽ സാറിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്തയുണ്ടാവില്ല. കാസർഗോഡ് കാതിർബായിയുടെ മകൻ കാസിം ബായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ടിനി ടോം. അദ്ദേഹം ലേലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി എന്ന കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ആനക്കാട്ടിൽ ഈപ്പച്ചൻ്റെ ചോറുകൊണ്ട് കളിച്ചത് കൂട്ടത്തിൽ ഏത് മോനാണെങ്കിലും അവനെയൊക്കെ കൂട്ടിക്കയറ്റുന്നതും വിസ്തരിക്കുന്നതും അവൻ്റെയൊക്കെ വിധി എഴുതുന്നതും ഈ ചാക്കോച്ചി നേരിട്ടായിരിക്കും. നിൻ്റെയൊക്കെ സമയം അവൻ പോകുന്നതേ ഉള്ളൂടാ കള്ളക്കടയാടി മോനെ. ആവട്ടെ, അന്ന് തിരിച്ചു വരും ഈ ചാക്കോച്ചി. ഇതൊരു ഇടവേളയാ, ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻ്റർമിഷൻ. അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു പ്രേമൻ. അദ്ദേഹം പത്രം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ NF വർഗീസ് ചെയ്ത വിശ്വനാഥൻ എന്ന കഥാപാത്രം നമ്മുടെ കൊച്ചു പ്രേമൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും നോക്കാം, ശ്രദ്ധിക്കുക. അടിച്ചതേരതിൻ്റെ ആയിട്ട് വരൂ, അത് ഷെയർ ചെയ്യൂ. അടിച്ചതല്ല ചവിട്ടി ഏതാടല്, അത് ഷൂസിട്ട കാലുകൊണ്ട് മിസ്റ്റർ ആണ്ടവൻ. ഇത് തൻ്റെ കോയമ്പത്തൂരിലെ ബായാണ്ടിക്കൊപ്പം കോപ്പ് പോകുന്നതല്ലേ കേട്ടോ. ഇത് കൊച്ചിയാണ്, കൊച്ചു പ്രേമൻ്റെ കൊച്ചി, മനസ്സിലായോടോ? അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ദ്രജിത്ത്. 10-25 വർഷമായില്ലേ നമ്പൂരിച്ച സർവീസിൽ കയറിയിട്ട്. ഇങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? എന്താടാ നിൻ്റെ പേര്? വട്ടപ്പേര് പറയടാ. മീശ മാധവനല്ലേ? കേൾക്കാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ വരുമ്പോൾ നിൻ്റെ മുഖത്ത് മീശയുണ്ടാവരുത്, വടിച്ചേച്ച് വരണം. ക്ലീൻ ഷേവ്, മനസ്സിലായോടാ മീശ മാധവ? അടുത്തതായി NN പിള്ള. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ ഊരിലെ മഹാലക്ഷ്മി എൻ്റെ കൈകളിൽ കിടന്ന് പടഞ്ഞു മരിയാൻ ഞാൻ മറക്കണോ? എന്തുകൊണ്ട് എൻ്റെ ബാലരാമൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് എൻ്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? എൻ്റെ വീരഭദ്രനും എൻ്റെ രാമഭദ്രനും ശേഷം എന്തുകൊണ്ട് വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞിക്കാലം ഓടിക്കളിക്കില്ല? അപ്പുറയുന്നു ആ തള്ളയും മക്കളെയും ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഈ 500 ശവം ഇവിടെ നടക്കും. കയറി ഓടാ മക്കളെ. അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ ശബ്ദമാണ്, സിറാജ് പയ്യോളി. ഞാൻ മുടിയിനെ പോറ്റിയാൽ മുടി എന്നെ പോറ്റും. മലയാള സിനിമയിലെ 2 ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഞാൻ ലാലേട്ടനായി വന്ന് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയായി മാറാൻ പോവുക. അവരുടെ മുടിയിൽ വ്യത്യാസമുണ്ട്, മീശയിൽ വ്യത്യാസമുണ്ട്, മൂക്കിൽ വ്യത്യാസമുണ്ട്. അവരുടെ മുഖം എൻ്റെ മുഖം തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ആ ഒരു കട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം. ചെറിയ മമ്മൂക്ക, ചെറിയ ലാലേട്ടൻ, കഴിച്ചിലാക്കി തരണേ പാവാടേ. നിഷാദ് ഖാൻ, ഹായ്, മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. സൂപ്പറായിട്ടുണ്ടല്ലേ? ഓ, അടിപൊളി. നേരത്തെ നമ്മുടെ വീഡിയോ ഒക്കെ നല്ല അഭിപ്രായവും നല്ല വ്യൂസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞില്ലേ കണ്ടിട്ട്? സ്റ്റാൻഡിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ്, ഡ്രൈവർമാരൊക്കെ നല്ല അഭിപ്രായമാണ്. ഏത് സ്റ്റാൻഡിൽ ഓടണേ? കൽപ്പറ്റ പഴയ സ്റ്റാൻഡിന് മുമ്പിലുള്ള സ്റ്റാൻഡിൽ. കൽപ്പറ്റയിലല്ലേ? ഓക്കെ. അപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാൻ മേപ്പാടി സ്വദേശിയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് മുട്ടിൽ പഞ്ചായത്തിലെ കുട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. എത്തിങ്ങാനൻ്റെ അടുത്തായിട്ട്. അന്ന് വീഡിയോ വന്നിട്ട് എന്താണ് പിന്നെ മാറ്റങ്ങൾ എന്തെങ്കിലും?
2-3 പ്രോഗ്രാം കിട്ടി. പിന്നെ നല്ല അഭിപ്രായമാണ്, മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്. കുറേ പേര് അറിയില്ലായിരുന്നു നിങ്ങൾ മിമിക്രി ചെയ്യുന്നത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് നിങ്ങൾ മിമിക്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര കാണുമ്പോൾ ഒക്കെ എത്ര നന്നായിട്ട് ചെയ്യുന്നു അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതൊരു സന്തോഷമാണ്. എന്തായാലും ഇനിയും പുതിയ സ്റ്റാർസിനെ പഠിക്കുക, വീണ്ടും വീഡിയോയിൽ വരിക. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇന്നിക്ക, ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഇന്നിക്കാന്ന് വിളിക്കുക. ഇന്നിക്കാൻ്റെ സഹോദരനായ മനാഫ് ഖാൻ്റെ ചങ്കാണ്. അതുപോലെ ഷർഫുക്ക, നല്ല കലാകാരന്മാരാണ്. അവരും ഞാൻ എന്തായാലും വീഡിയോയിൽ കൊണ്ടുവരും. എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മനാഫ് ഖാൻ. എൻ്റെ അത്രയും അടുത്ത സുഹൃത്താണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അവരെ കൊണ്ടുവരാം. എന്താണ് നമ്മുടെ ഫോളോവേഴ്സിനോട് പറയുള്ളത്? മാക്സിമം പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രയും പറയാനുള്ളൂ. താങ്ക് യു. ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ വയനാട് ജില്ലയിലും അതിന് പുറത്തുമുണ്ട്. അവരൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും. ഇതുപോലെ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. വോയിസ് ഓഫ് ജാബിർ ഷാ എന്ന് പറഞ്ഞ എൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.